എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ അവളുമായിട്ട് നല്ലൊരു റിലേഷനിലായിരുന്നു, നല്ലൊരു ബോണ്ടിലായിരുന്നു പോയിരുന്നത്. പെട്ടെന്ന് ഞങ്ങൾ ബോണ്ട് ബ്രേക്കായി. അപ്പോൾ എനിക്കത് ഒന്നും കൂടെ റീജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിപ്പോൾ കുറേ കാലമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേണം നമ്മൾ തുടങ്ങാനായിട്ട്. അതായത് ഒന്നും സംഭവിക്കാത്ത പോലെ റീകണക്ട് ചെയ്യാണ്ട് നമ്മൾ അവർക്ക് ഇപ്പം മെസ്സേജ് അയക്കും, എനിക്കൊന്ന് റീകണക്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളെ മനസ്സിലെന്താണുള്ളത് അതെന്നെ ഒന്ന് മെസ്സേജ് അയക്കുക. പിന്നെ അതുപോലെ തന്നെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അതായത് നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് പോയപ്പോൾ നമുക്കിടയിൽ ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള മെസ്സേജസ് അയക്കാം ആളടുത്ത്. പിന്നെ അതുപോലെ ചെറിയ മെസ്സേജസ് അയക്കാം. ഇത് ലോങ് ആയിട്ട് ഇങ്ങനെയൊക്കെ നമ്മളെ ലൈഫിൽ സംഭവിച്ചു എന്നുള്ള ലോങ് മെസ്സേജസ് എന്നുള്ള രീതിയിലല്ലാണ്ട് ചെറിയ മെസ്സേജസ്, പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് അയക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഒരു മാസം ഒന്ന് അയച്ചു പിന്നെ കുറേ കാലം കഴിഞ്ഞ് പിന്നെ അങ്ങനെയൊന്നല്ലാണ്ട് നമുക്ക് അവരെ കണക്ട് ചെയ്യണം ഒരു ആഗ്രഹം ഉള്ളിലുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട്, അത് ഒരു വീക്കിലിയോ അങ്ങനെയൊക്കെ ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അയക്കുക. പക്ഷേ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണെന്ന് അവർക്ക് തോന്നരുത്, സ്ട്രെസ്ഡ് ആയിട്ടാണ് അവരെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആവരുത്. പിന്നെ പറയുന്ന സമയത്ത് മുമ്പുണ്ടായിട്ടുള്ള എന്തെങ്കിലും നിങ്ങളെ നല്ല മെമ്മറീസ് എനിക്കിപ്പോൾ ഓർമ്മ വന്നു എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ആ ഓർമ്മ വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ നിന്നെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു, നമ്മൾ അന്ന് ചെയ്തത് ആലോചിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് എന്നാ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, എന്തൊക്കെയോ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അവരായിട്ട് കണക്ട് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും.